ഞാനൊരു സ്ഥലത്ത് മരിച്ചു ചെന്നപ്പോൾ ഒരാൾ ആ മയ്യത്ത് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് അയാൾ എന്ത് ആ ഒതുക്കുമ്പോൾ നിന്നിട്ട് അയാൾ പറയാണ് ഇത് എന്റെ വാപ്പന്റെ മയ്യത്താണ്. ഞാനാണ് ഈ മയ്യത്ത് കുളിപ്പിച്ചതും ശരിയാക്കിയതൊക്കെ. പിന്നെ എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന അതേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തോ ആളുകളോ ആരും മയ്യത്ത് ഇറക്കുമ്പോൾ അവിടെ പ്രത്യേകമായൊരു ദുആ, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിക്ർ, അതേപോലെ തന്നെ മയ്യത്തിനെ കബറിൽ ഇറക്കി വെച്ചിട്ട് മയ്യത്തിന് എന്താണ് കബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന തലത്തിന്, ഇതൊന്നും എന്റെ വാപ്പക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പൊ മരിച്ച മയ്യത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ദീനിൽ ഇല്ലാത്തൊരു കാര്യം ദയവ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന പണ്ഡിതന്മാരോ ആളുകളോ എന്റെ വാപ്പക്ക് ചെയ്യരുത്. ഇയാൾ പ്രസംഗിക്കണേ, ഇയാളെ ഒതുക്കുമ്പോൾ നിന്നിട്ട് പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞ ആ പ്രസംഗം കഴിഞ്ഞതോട് കൂടെ എന്ന് വെച്ചാൽ ആരൊക്കെയോ എന്തൊക്കെയോ എന്തൊരു തീവ്രതയാണ് അറിയുന്നത്. നമ്മുടെ മന സ്വർഗത്ത് കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ എന്തൊരു തീവ്രതയാണ്. ദീനിൽ ഇല്ലാത്തതാണോ ചെയ്യില്ല, സംഭവിക്കണം എന്താ സംഭവിച്ചോട്ടെ. അതൊക്കെ പറയാനൊരു ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യം നമ്മൾ വെറുതെ ആളാകാനല്ല സുഹൃത്തുക്കൾ. ആ കണിശതയാണ് നമ്മളെ മുസ്ലിം ആക്കുന്നത്. നമ്മളെ ദീൻ അതാണ്, ആ കൃത്യത, ആ കണിശത, വിട്ടുവീഴ്ചല്ല. നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് ഒരു നയമൊക്കെ വേണം. എന്നാൽ നമ്മുടെ ദീൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന കണിശത നമുക്ക് വേണം.